എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത CHSലിൻ്റെ സീരീസാണ് പോകുന്നത്. ഒരു ക്രാഷ് കോഴ്സ് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് പ്രിലിംസ് എക്സാമിന് ടയർ 1 എക്സാമിനുള്ളൂ. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾക്കൊരു പ്രാക്ടീസ് പോലെയും അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂട്യൂബ് സെഷനിൽ പോകുന്നത്. ഫ്രീ ആയിട്ടാണ് യൂട്യൂബ് ക്ലാസ് പോകുന്നത്, നിങ്ങൾക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള യൂട്യൂബിൽ ബേസിക് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും കാണുക, ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണുക. നമുക്ക് ഇന്ന് റീസണിങ്ങിൻ്റെ ബ്ലഡ് റിലേഷൻ ആൻഡ് ക്യൂബ്സ് ആൻഡ് ഡൈസ് രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മളിന്ന് പോകുന്നത്. ബ്ലഡ് റിലേഷനും ക്യൂബ്സ് ആൻഡ് ഡൈസും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ടോപ്പിക്കുകളാണ്. നമ്മൾ കഴിഞ്ഞ CHS നമ്മൾ നോക്കുകയാണ്, 2023 CHSലിൻ്റെ ടയർ 1 എക്സാമിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുവിധം എല്ലാ എക്സാമിനും ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ എക്സാമിനും ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എല്ലാ ഷിഫ്റ്റുകളിലും ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യൂബ്സ് ആൻഡ് ഡൈസ് എല്ലാ ഷിഫ്റ്റുകളിലും ഇല്ല എങ്കിലും പകുതിയിൽ കൂടുതൽ ഷിഫ്റ്റുകളിലും ക്യൂബ്സ് ആൻഡ് ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നല്ല ക്വസ്റ്റ്യൻസും ആയിരുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയ രണ്ട് ടോപ്പിക്കുകൾ തന്നെയാണ് ബ്ലഡ് റിലേഷനും ക്യൂബ്സ് ആൻഡ് ഡൈസ്. ഇപ്പോൾ ഒരു SSC ലെവൽ എക്സാമിൻ്റെ നോക്കുന്ന സമയത്ത് ബ്ലഡ് റിലേഷൻ ആയാലും ക്യൂബ്സ് ആൻഡ് ഡൈസ് ആയാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഒക്കെ അറിയാം ഓൾറെഡി. അപ്പോൾ നമ്മൾ പോകുന്നത് പ്രീവിയസ് 2023 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാക്സിമം 2023 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ പാറ്റേൺസ് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ക്ലാസ് പോകുന്നത്. അപ്പം ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് കോഴ്സിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്കൗണ്ടോടെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് 2999 രൂപയ്ക്ക് ക്ലാസ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം CHSL എക്സാം കഴിഞ്ഞാലും വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മൾ ഇതിന് മുന്നേ റെക്കോർഡ് ചെയ്ത പല വീഡിയോസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഫുള്ളായിട്ട് അതിനകത്ത് കോഴ്സ് നമുക്ക് അടങ്ങുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടുവാണെങ്കിൽ, ഈ ഒരു കോഴ്സിൻ്റെ ഫുൾ പർച്ചേസിൽ നമുക്ക് ക്ലാസ്സസ് കിട്ടുവാണെങ്കിൽ വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളവർക്ക് യൂട്യൂബ് ചാനലിലെ ക്ലാസ്സസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബേസിക് ഐഡിയ ഇല്ലാത്തവരും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ നോക്കുക. മാക്സിമം അത് വെച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോക്കുക. പക്ഷേ കോഴ്സും കൂടെ പർച്ചേസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയ ലൈവായിട്ടുള്ള ഫാക്കൽറ്റീസായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ബ്ലഡ് റിലേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലഡ് റിലേഷനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയേ, S ഈസ് സിസ്റ്റർ ഓഫ് T, R ഈസ് ബ്രദർ ഓഫ് S, U ഈസ് വൈഫ് ഓഫ് W, T ഈസ് ഫാദർ ഓഫ് U, ഹൗ ഈസ് T റിലേറ്റഡ് W? ഇതാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ 2023 ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ബ്ലഡ് റിലേഷൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതലും ഷിഫ്റ്റുകളിൽ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റിലേഷൻസ് കണക്ട് ചെയ്ത് വരയ്ക്കാൻ അറിയാം. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും. അതുപോലെ ടേമുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് അല്ലേ. ആ ടേമുകളെല്ലാം സിസ്റ്റർ, ബ്രദറിലോ, ഫാദറിലോ, സണ്ണിലോ, ഡോട്ടറിലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടേമുകളുണ്ട്. ഈ ടേമുകളൊക്കെ നിങ്ങൾ നല്ലപോലെ പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് വരച്ചെടുക്കുകയാണ് അല്ലേ. നമ്മൾ റിലേഷൻസ് വരച്ചാണ് നമ്മൾ ബ്ലഡ് റിലേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നതാണ് ഫസ്റ്റ് S ഈസ് സിസ്റ്റർ ഓഫ് T എന്നാണ് ആദ്യം പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, S ഈസ് സിസ്റ്റർ ഓഫ് T നമ്മൾ നോട്ട് ചെയ്യും. ഫസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്തു. അടുത്ത R ഈസ് ബ്രദർ ഓഫ് S. ഓക്കെ, R ഈസ് ബ്രദർ ഓഫ് S. നമ്മൾ സിസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മൈനസ് കൊടുത്തു. കാരണം അത് ഫീമെയിൽ ജെൻഡർ ആയതുകൊണ്ട് മെയിൽ ജെൻഡർ ആയിട്ട് നമ്മൾ പ്ലസ് ജെൻഡർ കൊടുത്തു. അപ്പം ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ജെൻഡർ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണം. ജനറേഷൻ ഗ്യാപ്പ് നിങ്ങൾ നോക്കണം, ഇവരെല്ലാം ഒരേ ജനറേഷന് വരുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരേ ലൈൻ എഴുതി പോകുന്നത്. ഒരു ജനറേഷൻ മുന്നേ ആണെങ്കിൽ മുകളിലും ശേഷമാണെങ്കിൽ താഴെ, ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ എഴുതാം. അതുപോലെ U ഈസ് വൈഫ് ഓഫ് W എന്ന ഡേറ്റ് പറയുന്നുണ്ട്. U ഈസ് വൈഫ് ഓഫ് W. നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് യും ഡബ്ല്യൂയും ആയിട്ടില്ല, നമുക്ക് തൽക്കാലം എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് T ഈസ് ഫാദർ ഓഫ് U എന്ന ഡേറ്റ് വരുന്നുണ്ട്. T ഈസ് ഫാദർ ഓഫ് U എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ കണക്ഷൻ വരുന്നുണ്ട്. അതെങ്ങനെ T ഈസ് ഫാദർ ഓഫ് U കണ്ടോ. U കിട്ടിയാൽ നമുക്ക് എന്താണ് U ഈസ് ദ വൈഫ് ഓഫ് W എഴുതിക്കൂടെ. U ഈസ് ദ വൈഫ്, U വൈഫ് ആണ്. അപ്പോൾ നമ്മൾ ജെൻഡർ ഫീമെയിൽ എടുക്കും. U ഈസ് വൈഫ് ഓഫ് W. ദാ ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ആ റിലേഷൻസ് ഒന്ന് റെപ്രസെൻറ്റ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ T ന് U താഴെ വന്ന എന്തുകൊണ്ടാണ്, ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്.
കാരണം ടി എന്ന് പറയുന്നത് യുവിൻ്റെ അച്ഛനാണെങ്കിൽ ടിക്ക് ശേഷമേ ആര് വരത്തുള്ളൂ, യു വരത്തുള്ളൂ. അതുകൊണ്ടാണ് ടീന് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യുവിനെ എടുക്കുന്നത്. ഓക്കെ. പിന്നെ യു ഈസ് വൈഫ് ഓഫ് ഡബ്ല്യു പറയുന്നതാണ് നമ്മൾ ഒരേ ജനറേഷനിൽ, വൈഫും ഹസ്ബൻഡും ഒരേ ജനറേഷൻ നമ്മൾ എടുക്കുന്നത്. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയതുകൊണ്ട് നമ്മൾ ഒരു മാറ്റി ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു. നമ്മൾ സാധാരണ ബാക്കിയെല്ലാം സിംഗിൾ ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇത് ഡബിൾ ലൈൻ കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു റിലേഷൻ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് റിലേഷൻസ് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ ടേമുകൾ. ഇനി ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്കും ഹൗ ഈസ് ടി റിലേറ്റഡ് ടു ഡബ്ല്യു എന്നാണ് ക്വസ്റ്റ്യൻ. ടി റിലേറ്റഡ് ടു ഡബ്ല്യു. അപ്പം എങ്ങനെയാണ് ഡബ്ല്യുവിന് റിലേറ്റഡ് ആകുന്നതാണ് ക്വസ്റ്റിനിൽ ചോദിക്കുന്നതിന്. നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഡബ്ല്യുയിലേക്ക് പോവാം. കാരണം ഹൗ ഈസ് ടി റിലേറ്റഡ് ടു ഡബ്ല്യു എന്ന് വെച്ചാൽ എങ്ങനെയാണ് ടി ഡബ്ല്യുവിന് റിലേറ്റഡ് ആകുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ അവിടെ ഡബ്ല്യു നോക്കണം. ഡബ്ല്യു നോക്കുമ്പോൾ ആരാണ് ടി എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഡബ്ല്യുവിൻ്റെ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ വൈഫിൻ്റെ അച്ഛനാണ് ടി എന്ന് പറയുന്നത്. വൈഫിൻ്റെ അച്ഛൻ നമ്മൾ എന്താ പറയുക, ഫാദർ ഇൻ ലോ എന്ന് പറയാം അല്ലേ. നമ്മുടെ ആൻസർ ഫാദർ ഇൻ ലോ ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ബ്ലഡ് റിലേഷൻ പൊതുവേ നമ്മൾ പറയും ഇച്ചിരി പാടാണ് മനസ്സിലാക്കാൻ, ബ്ലഡ് റിലേഷൻ മനസ്സിലാക്കാൻ പാടാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളത് റിലേഷൻസ് മാത്രം വെച്ച് ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ച് നോക്കുമ്പോഴാണ് പ്രശ്നം. അല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റിലേഷൻസ് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടുപേരും നമ്മുടെ റിലേഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, എച്ച് ഈസ് സിസ്റ്റർ ഓഫ് ഐ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ബ്ലഡ് റിലേഷൻ പോലത്തെ ടോപ്പിക് നിങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകാൻ നോക്കുക. ഒരുപാട് ടൈം എടുത്ത് അതിൻ്റെ പുറകെ ഇരുന്ന് അങ്ങനെയൊന്നും വേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. മാക്സിമം ഡേറ്റ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഉടനെ അങ്ങ് ചെയ്തു പോവുക. ഓക്കെ, ഒന്നും നോക്കണ്ട, ക്വസ്റ്റ്യൻ വായിക്കുന്ന മുറയ്ക്കാൻ എന്ത് ചെയ്യുക, ചെയ്തു. ഇപ്പോൾ എച്ച് ഈസ് സിസ്റ്റർ ഓഫ് ഐ, ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എച്ച് ഈസ് സിസ്റ്റർ ഓഫ് ഐ. നമ്മൾ ആദ്യം പെട്ടെന്ന് ആ ഡേറ്റ അങ്ങ് വരയ്ക്കുവാണ്. അടുത്ത ബി ഈസ് മദർ ഓഫ് എച്ച്. ഓക്കെ, ബി ഈസ് മദർ ഓഫ് എച്ച്. അടുത്ത ജെ ഈസ് ഡോട്ടർ ഓഫ് ആർ. ഓക്കെ, ജെ ഈസ് ഡോട്ടർ ഓഫ് ആർ നമുക്കിപ്പോൾ കറന്റ് അതില്ല. അടുത്ത ഐ ഈസ് സിസ്റ്റർ ഓഫ് ജെ. ഓക്കെ, അവിടെ കണക്ട് വരുന്നുണ്ട്, ഐ ഈസ് സിസ്റ്റർ ഓഫ് ജെ. കണ്ടോ, ജെ നമുക്ക് നേരത്തെ പറഞ്ഞു ജെ ഈസ് ഡോട്ടർ ഓഫ് ആർ എന്ന് പറയുന്നത്, ജെ ഈസ് ഡോട്ടർ ഓഫ് ആർ. നോക്കിയാൽ ജെ എന്ന് പറയുന്നത് ആറിൻ്റെ ഡോട്ടർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ബീൻ്റെ മക്കളാണ് ഇവർ 3 പേരും. നമുക്ക് ആ റിലേഷൻ അങ്ങനെ കണക്ട് ചെയ്ത് വരുന്നത്. ബീൻ്റെ 3 മക്കളാണ്. അപ്പോൾ ബിയുടെ മകളാണ് ജെ എന്ന് പറയുന്നത്. ആറിൻ്റെയും മകളാകുന്നു ജെ എന്ന് പറയുമ്പം ബി ആർ എന്തായിരിക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും വരിക. കണ്ടോ, ഇതായിരിക്കും നിങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ. ഫാമിലി എടുക്കുക എന്നുള്ളതാണ് മെയിൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്, ഹൗ ഇസ് ആർ റിലേറ്റഡ് ടു എച്ച് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഇസ് ആർ റിലേറ്റഡ് ടു എച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആർ എച്ചിന് റിലേറ്റഡ് ആവുന്നതാണ് ക്വസ്റ്റിൽ ചോദിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് നോക്കേണ്ടത്, എച്ചിൻ്റെ സൈഡിൽ നിന്നാണ് റിലേഷൻ നോക്കുന്നത്. അപ്പോൾ എച്ചിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എച്ചിൻ്റെ അമ്മയാണ് ബി, അമ്മയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അച്ഛനായിരിക്കും അല്ലേ, ഫാദർ ആയിരിക്കും. നമ്മുടെ ആൻസർ ഫാദർ ആയിരിക്കും. ഓക്കെ, റിലേഷൻ എടുക്കുമ്പോൾ മാറിപ്പോയിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനകത്ത് ഡോട്ടർ എന്നൊരു ഓപ്ഷൻ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എച്ചും ആറും കാണുമ്പോൾ ചാടി കയറി ആറിൻ്റെ മകളാണ് എച്ച് എന്ന് പറഞ്ഞ് ഡോട്ടർ എന്ന ആൻസർ ചൂസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഓപ്ഷനിലെത്തില്ല, എങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എം ഈസ് ഫാദർ ഓഫ് എൽ അല്ലേ. ഫസ്റ്റ് ഡേറ്റ എം ഈസ് ഫാദർ ഓഫ് എൽ. അടുത്ത ആർ ഈസ് ഫാദർ ഓഫ് എം. ഓക്കെ, ആർ ഈസ് ഫാദർ ഓഫ് എം. അടുത്ത ക്യൂ ഈസ് ഹസ്ബൻഡ് ഓഫ് എസ്. ക്യൂ ഈസ് ഹസ്ബൻഡ് ഓഫ് എസ്. അപ്പോൾ ക്യൂ എസ് അവിടെ ഇല്ലല്ലോ, നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റില്ല. അടുത്ത എൽ ഈസ് ബ്രദർ ഓഫ് ക്യൂ. ഓക്കെ, എൽ ഈസ് ബ്രദർ ഓഫ് ക്യൂ. അവിടെ ഡേറ്റ പറയുന്നുണ്ട്, എൽ ഈസ് ബ്രദർ ഓഫ് ക്യൂ. ക്യൂ കിട്ടിയാൽ നമുക്ക് എന്താണ്, ക്യൂ ഈസ് ഹസ്ബൻഡ് ഓഫ് എസ് എഴുതിക്കൂടെ. ഉണ്ടോ, ഇത്രയും ഡേറ്റ. അപ്പോൾ ഡേറ്റ നമ്മൾ കൃത്യമായിട്ട് വായിച്ച് ജെൻഡർ മാർക്ക് ചെയ്തു, ജനറേഷൻ ഗ്യാപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ മാർക്ക് ചെയ്തുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോകണം, എങ്കിലും നിങ്ങൾക്ക് റിലേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഹൗ ഇസ് എസ് റിലേറ്റഡ് ടു എം എന്നാണ്. ഹൗ ഇസ് എസ് റിലേറ്റഡ് ടു എം. എമ്മിൻ്റെ ആരാണ് എസ് എന്ന് വെച്ചത്. അപ്പോൾ എമ്മിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എമ്മിൻ്റെ മക്കളാണ് എല്ലും ക്യൂ. കാരണം എമ്മിന് നേരെ വരയിട്ട് എല്ലും ക്യൂവിന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം എമ്മിൻ്റെ മക്കളാണ് എല്ലും ക്യൂ. മകൻ്റെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്, എസ് എന്ന് പറയുന്നത്. മകൻ്റെ ഭാര്യ നമ്മൾ എന്താ പറയുക, ഡോട്ടർ ഇൻ ലോ എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ആൻസർ ഡോട്ടർ ഇൻ ലോ ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാമെന്നുള്ള ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡബ്ല്യു ഇസ് ബ്രദർ ഓഫ് എക്സ്. ഓക്കെ, ഡബ്ല്യു ഇസ് ബ്രദർ ഓഫ് എക്സ്. വി ഈസ് ഫാദർ ഓഫ് ഡബ്ല്യു. ഓക്കെ, വി ഈസ് ഫാദർ ഓഫ് ഡബ്ല്യു. എക്സ് ഈസ് ഹസ്ബൻഡ് ഓഫ് ഇസഡ്. ഓക്കെ, എക്സ് ഈസ് ഹസ്ബൻഡ് ഓഫ് ഇസഡ്. അപ്പോൾ ഇസഡ് വൈഫ് ആയിരിക്കും. ഇസഡ് ഈസ് സിസ്റ്റർ ഓഫ് എ. ഓക്കെ, ഇസഡ് ഈസ് സിസ്റ്റർ ഓഫ് എ. ഇത്രയും ഡേറ്റാസ് പറഞ്ഞിട്ടുണ്ട്.
ഹൂ ഈസ് ഫാദർ ലോ ഓഫ് ഇസഡ് എന്നാണ് ക്വസ്റ്റിൽ ചോദിക്കുന്നത്. ഹൂ ഈസ് ഫാദർ ലോ ഓഫ് ഇസഡ്? ഇസഡിൻ്റെ ഫാദർ ലോ. ഓക്കെ, ഇപ്പം ഓൾറെഡി ഇത് വരച്ചു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. വിയുടെ മകനാണ് ഡബ്ല്യു, അതേപോലെ ഒരു മകനാണ് എക്സ് എന്ന് പറയണം. വിൻ്റെ 2 മക്കളാണ് ഇവരുണ്ട്. ആ വരച്ചിരിക്കുന്നതിന് അർത്ഥം നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ മകൻ്റെ ഒരു ഭാര്യയാണ് ഇസഡ് എന്ന് പറയുന്നത്. മകൻ്റെ ഭാര്യയാണ് ഇസഡ് എന്ന്. അപ്പം ഇസഡിൻ്റെ അമ്മായച്ചൻ ആരും ചോദിച്ചാൽ ആരായിരിക്കും? വി ആയിരിക്കും. നമ്മുടെ ആൻസർ വി ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ റിലേഷൻ ഇങ്ങനെ എഴുതാനായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. ഓൾറെഡി നമ്മൾ ബേസിക് ക്ലാസ്സുകളിലും കോഴ്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കുക. ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക ആദ്യം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, മാക്സിമം ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് ചെയ്യാം. ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് എക്സ്പ്ലനേഷൻ എന്താ ചെയ്യുന്നത്, അവരെന്താ പറയുന്നത് നോക്കുക. അതിപ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ട് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു. അതുപോലെ പേരുകൾ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന പേര് എന്ന് പറയുന്നത് അമൻ ഈസ് ബ്രദർ ഓഫ് ബമൻ ആൻഡ് ചമൻ. ഓക്കെ, അപ്പോൾ പേരുകളൊക്കെ അറിയാലോ, ഇത് CHL എക്സാം ആയതുകൊണ്ട് തന്നെ പേരുകളൊക്കെ അവരിടുന്ന പേരുകളായതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസുകൾ വരാറുണ്ട്. ഇവിടെ പറഞ്ഞ അമൻ ഈസ് ബ്രദർ ഓഫ് ബമൻ ആൻഡ് ചമൻ. നിങ്ങൾ ഫുൾ നെയിം എന്ന് എഴുതണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കാം. അമൻ എന്ന് പറയുന്നത് ബ്രദറാണ് ആരുടെ? ബമനെയും ചമൻ്റെയും. ഓക്കെ, അപ്പോൾ ഈ 2 പേരുടെയും ബ്രദറാണ് അമൻ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാം. അടുത്ത ബമൻ ഈസ് എമിലീസ് മദർ എന്ന് പറയുന്നുണ്ട്. ബമൻ എന്ന് പറയുന്നത് എമിലിയുടെ മദറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫർഹാൻ ഈസ് അമൻസ് ഫാദർ എന്ന് പറയുന്നുണ്ട്. ഫർഹാൻ എന്ന് പറഞ്ഞാൽ അമൻ്റെ ഫാദർ ആണെന്ന് പറയുന്നുണ്ട്. ഇവരുടെ എല്ലാം ഫാദർ ആയിരിക്കും ഫർഹാൻ എന്ന് പറഞ്ഞത്, അല്ലേ? അമൻസ് ഫാദർ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡെഫിനറ്റ്ലി ട്രൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പേരുകൾ വെച്ച് വരുമ്പോഴും നിങ്ങൾ ഒരിക്കലും പേര് വെച്ച് ജെൻഡർ കൊടുക്കരുത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ പറയുകയാണ്, പേര് വെച്ച് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ജെൻഡേഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഫർഹാൻ എന്നൊരു പേര് നമുക്ക് വളരെ പരിചിതമായൊരു പേരാണ്. ഫർഹാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, അതൊരു മെയിൽ ജെൻഡർ ആണെന്നുകൊണ്ട് പ്ലസ് അങ്ങ് കൊടുത്തേക്കും. പക്ഷേ ഇവിടുത്തെ ഡേറ്റയ്ക്കകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫർഹാൻ ഈസ് അമൻസ് ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫർഹാൻ ഫാദർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഫർഹാൻ ഈസ് അമൻസ് ഫാദർ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ജെൻഡർ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫർഹാൻ്റെ ജെൻഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. മെയിൽ ആണെന്ന് പറഞ്ഞ് ഡിസൈഡ് കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു ഫർഹാൻ ഈസ് പാരന്റ് ഓഫ് അമൻ എന്ന് മാത്രം വരുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫർഹാൻ്റെ ജെൻഡർ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനിയിപ്പോൾ നമുക്കൊരു ഡേറ്റയിൽ നിന്ന് എന്തൊക്കെയാണ് പറയുന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അമൻ ആൻഡ് എമിലി ആർ സിബ്ലിങ്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എന്നാണ്. ഇപ്പോൾ അമൻ എന്ന് വെച്ച് നോക്കുമ്പോൾ അമൻ്റെ ബമനും ചമനൊക്കെ എന്താണ്, സിബ്ലിങ്സ് ആണ്. പക്ഷേ എമിലി എന്ന് പറയുന്നത് അമൻ്റെ സിസ്റ്ററിൻ്റെ മകനോ മകളോ എന്തോ ആണ്. ഓക്കെ, എമിലിയുടെ ജെൻഡർ അവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല, ജെൻഡർ കൊടുത്തിട്ടില്ല നമ്മൾ. അടുത്ത പറയുന്നത് ചമൻ ഈസ് എ മെയിൽ എന്ന് പറയുന്നുണ്ട്. ചമൻ ഒരു മെയിലാണ്, ഒരു മെയിൽ ജെൻഡറിൽ പെട്ട ആളാണ് ചമൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡേറ്റ പറഞ്ഞു. അതായത് പറഞ്ഞാൽ ഡേറ്റ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പേര് വെച്ച് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ജെൻഡർ കൊടുത്ത് പറയണം. ചമനീസ് എ മെയിൽ, ചമൻ എന്നൊരു പേര് കേട്ടോണ്ട് നമ്മൾ വിചാരിക്കും അതൊരു മെയിലാണ്, അല്ലെങ്കിൽ അമനീസ് ബ്രദർ ഓഫ് ബമൻ ആൻഡ് ചമൻ എന്ന് പറഞ്ഞത് കൊണ്ട് ചമൻ ഒരു ബ്രദറാണ്, അങ്ങനെ നമ്മൾ വിചാരിച്ചു കളയരുത്. ഇവിടെ ഡേറ്റയ്ക്കകത്ത് ജെൻഡർ പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത് പറയാൻ പറ്റില്ല, ഇത് ശരിയാണോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ട്രൂ ആണ് ചോദിക്കുന്നത്, തീർച്ചയായിട്ടും കറക്റ്റായിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ചമനീസ് എ മെയിൽ ആണെന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അടുത്ത ചമൻ ഈസ് ബ്രദർ ഓഫ് അമൻ, അവിടെയും പറയുന്നുണ്ട് ചമൻ ഈസ് ബ്രദർ ഓഫ് അമൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചമൻ അമൻ്റെ ബ്രദർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചമൻ അമനും സിബ്ലിങ്സ് ആണെന്ന് നമുക്കറിയാം. ചമൻ എന്ന് പറയുന്നത് ബ്രദർ ആണോ സിസ്റ്റർ ആണോ നമുക്ക് അറിയില്ല, ജെൻഡർ അറിയില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒന്നും കൊടുക്കാൻ സാധിക്കത്തില്ല. സോറി, അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് വൺ പക്ഷേ പറയാൻ പറ്റില്ല, കാരണം ബമൻ ഈസ് സിസ്റ്റർ ഓഫ് ചമൻ എന്നാണ്. ബമൻ ഓൾറെഡി ഒരു ഫീമെയിൽ ജെൻഡർ ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ബമൻ എന്ന് പറയുന്നത് ചമൻ്റെ സിസ്റ്റർ ആണ് നമുക്ക് ഇനി പറയാൻ സാധിക്കും. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പം പേരുകൾ വെച്ച് ജെൻഡർ പേരുകൾ വെച്ച് ഡേറ്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ജെൻഡർ പേര് വെച്ച് കൊടുത്തളയരുത്. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവിടെ പേര് വെച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അശോക്സ് ബ്രദേഴ്സ് സിസ്റ്റർ ഈസ് ദ വൈഫ് ഓഫ് റാംസ് സൺ രാഹുൽ. ഹൗ ഈസ് അശോക് റിലേറ്റഡ് ടു രാഹുൽസ് ഡോട്ടർ? ഓക്കെ, അപ്പോൾ എന്താ പറയുക, കുറച്ച് ഇവിടെ ഇപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴത്തേക്കും
കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞിട്ട് അവർ നമ്മളെ റിലേഷനാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിലേതെങ്കിലും രണ്ടുപേരും നമ്മൾ റിലേഷൻ ആണെന്ന് ചോദിക്കാം. ഇവിടെ പറയുന്നത് അശോകിനെ കുറിച്ചും രാഹുലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ടുള്ള റിലേഷൻ ഒരൊറ്റ സെൻസ് ഇവർ പറഞ്ഞു തീർക്കുകയാണ്. അശോക്സ് ബ്രദർ സിസ്റ്റർ ഈസ് ദ വൈഫ് ഓഫ് റാം സൺ രാഹുൽ. ഓക്കെ, രാമിൻ്റെ സൺ ആൻഡ് രാഹുൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ സെൻസിൽ ഡേറ്റ് പറയാം, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് പറഞ്ഞതിനാണ് അശോക്സ് ബ്രദേഴ്സ് സിസ്റ്റർ. അശോക്സ് ബ്രദേഴ്സ് സിസ്റ്ററിനാ അശോകിൻ്റെ ബ്രദറിൻ്റെ സിസ്റ്റർ, മറ്റു രീതി പറയണമെങ്കിൽ അശോകിൻ്റെ സിസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈസ് ദ വൈഫ് ഓഫ് റാംസ് സൺ രാഹുൽ. ഓക്കെ, ഈസ് ദ വൈഫ് ഓഫ് അശോകിൻ്റെ ബ്രദറിൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് വൈഫാണ്. ആരുടെയാണ്? റാംസ് സൺ രാഹുൽ, റാമിൻ്റെ സണ്ണായിട്ടുള്ള രാഹുലിൻ്റെ വൈഫാണ്. അപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ അശോകിൻ്റെ ബ്രദറിൻ്റെ സിസ്റ്റർ ഇസ് എ വൈഫ് ഓഫ് റാംസ് സൺ രാഹുൽ. എങ്ങനെ വരും? ക്വസ്റ്റ്യൻ ഹൗ ഈസ് അശോക് റിലേറ്റഡ് ടു രാഹുൽസ് ഡോട്ടർ എന്ന് ചോദിക്കുന്നത്, അശോക് രാഹുലിൻ്റെ ഡോട്ടറിൻ്റെ ആരാണെന്ന് ചോദിക്കുന്നത്. രാഹുലിൻ്റെ ഡോട്ടർ എന്ന് പറയുന്നത് ഇവിടെ വരും. രാഹുലിൻ്റെ ഡോട്ടറിൻ്റെ ആരാണ് അശോക് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കാം. അശോകിൻ്റെ ജെൻഡർ ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ, അശോകിൻ്റെ ജെൻഡർ അവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേര് വെച്ച് ഇവിടെ നമുക്ക് എന്താണ് ജെൻഡർ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, പേര് വെച്ച് പൊതുവേ നമ്മൾ ജെൻഡർ എടുക്കാറില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓപ്ഷനെ ബേസ് ചെയ്ത് പേര് വെച്ച് ജെൻഡർ എടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കിയാൽ മദേഴ്സ് ബ്രദർ, ഫാദേഴ്സ് ബ്രദർ, ബ്രദർ സൺ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? മെയിൽ ജെൻഡേഴ്സ് ആണ്. അതായത് ഇവിടെ അശോക് എന്ന് പറയുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? മെയിൽ എന്നൊരാളാണ്, അല്ലെങ്കിൽ മെയിൽ ജെൻഡറിൽ പെടുന്ന ഒരാളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി അശോക് എന്ന പേരെടുക്കുമ്പോൾ നമ്മൾ മെയിൽ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഡേറ്റയ്ക്കകത്ത് നമുക്ക് അശോകിൻ്റെ ജെൻഡർ അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അശോക് ജെൻഡർ കൊടുക്കാത്തത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഹൗ ഈസ് അശോക് റിലേറ്റഡ് രാഹുൽസ് ഡോട്ടർ. രാഹുലിൻ്റെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശോകിൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ്. അശോകിൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ്. അപ്പം ആ മകളുടെ ആരാണ് അശോകൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്മയുടെ സഹോദരനാണ് ആക്ച്വലി. അപ്പം അശോകിന് ജെൻഡർ അറിയാൻ പാടില്ല. എങ്കിലും ക്വസ്റ്റിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതേ എടുക്കാൻ പറ്റത്തുള്ളൂ? മദേഴ്സ് ബ്രദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസറിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പേര് വെച്ചുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം പേര് വെച്ച് ജെൻഡർ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാം. അപ്പം ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പേര് വെച്ച് ജെൻഡർ എടുക്കാതെ എന്ത് ചെയ്യുക? ചെയ്ത് പോവുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പേര് വെച്ച് ജെൻഡർ എടുത്താലേ പറ്റൂ, നിങ്ങളുടെ ഓപ്ഷനകത്ത് അങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഡിമാൻഡ് വരുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ പേര് വെച്ച് ജെൻഡർ എടുത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബ്ലഡ് റിലേഷനൊക്കെ നല്ലപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. ഒരുപാട് ഡൗട്ട് വരാൻ, ഈ പറയുന്ന ഡൗട്ടുകളൊക്കെ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ആ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ സെലക്ട് ചെയ്തിട്ടുന്നതിന് കാരണം അതാണ്. ആ ഡൗട്ട് നിങ്ങൾക്ക് മനസ്സിൽ കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ആ ഡൗട്ട് വെച്ചായിരിക്കും എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോവാം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിനെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് നോക്കുക, കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ സൈറ്റിൽ നമ്മുടെ ഇതിനകത്തും ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക നല്ലപോലെ. ഓക്കെ, ബ്ലഡ് റിലേഷൻ പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും പലരും പറയുന്നത് പാടാണെന്നാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കറിയാം, പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇൻട്രൊഡ്യൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ബ്ലഡ് റിലേഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഷിഫ്റ്റിലും പലപ്പോഴും പോയിന്റ് ടൈപ്പ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റു ടൈപ്പ്, അങ്ങനെ മാറി തിരിഞ്ഞാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പോയിന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരൊറ്റ സെൻസിൽ പറയുന്ന മീനിങ്, ഒരൊറ്റ സെൻസിലായിരിക്കും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആ ഡേറ്റ പറഞ്ഞിട്ട് ആ ഡേറ്റയുടെ മീനിങ് മനസ്സിലാക്കുക. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ആരെ വെച്ചിട്ടാണ്? ഓഫ് വെച്ചിട്ടാണ്. ഈ ഓഫ് എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ച് നമ്മളത് മനസ്സിലാക്കുന്നതന്നെ. ഇവിടെ പറഞ്ഞ പോയിന്റിങ് ടുവേർഡ്സ് എ ഫോട്ടോ ഓഫ് എ ബോയ്. ഓക്കെ, ഒരു ബോയുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോയിന്റിങ് ടുവേർഡ്സ് എ ഫോട്ടോ ഓഫ് എ ബോയ്. മോഹൻ സെഡ്. ഓക്കെ, മോഹൻ പറഞ്ഞു. അപ്പം പറയുന്ന ആളാരാണ് അവിടെ? മോഹനാണ്. ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആരാണ്? ഒരു ബോയ് ആണ്. ഓക്കെ, ഒരു ബോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോഹൻ പറയണം. എന്താ പറയുന്നത്? ഹീ ഈസ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ ഹീ എന്ന് പറയുന്ന ആരെയാണ്? ബോയ് ആണ്. ഓക്കെ, അപ്പം ഹീ ഈസ് ബോയ് ഈസ് ദ ബ്രദർ ഓഫ് മൈ മദേഴ്സ് ഹസ്ബൻഡ്. ഓക്കെ,
ഞാൻ പറഞ്ഞു ഓഫ് വെച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞു. ഹീസ് ബ്രദർ, ഓക്കെ, ഹീസ് ബ്രദർ ഒറ്റ സെൻസ് എടുക്കുക, ഹീസ് ബ്രദർ. അപ്പൊ ഹീസ് ബ്രദറിന് ആരാണ്? ദ ബോയ് ഈസ് എ ബ്രദർ എന്നാണ് ഉദ്ദേശിച്ചത്. ബോയ് ഈസ് എ ബ്രദർ. ആരുടെ ബ്രദർ ആണ് ബോയ്? ഓക്കെ, ആരുടെ ബ്രദർ എന്ന് വെച്ചാൽ ഓഫിന് ശേഷം വരുന്ന ആളുടെ ബ്രദറാണ്. ഓഫിന് ശേഷം വരുന്ന ആരാണ്? മൈ മദേഴ്സ് ഹസ്ബൻഡ്. ഓക്കെ, എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ്. അവൻ പറയുന്ന ആളാണ് മൈ വെച്ച് വരുന്നത് അല്ലെ. മൈ ഡിമോട്ട് ചെയ്ത് ബൈ ഡിമോട്ട് ആരാണ്? പറയുന്ന ആളാണ് മോഹൻ. അപ്പൊ മോഹൻ പറയാണ് എന്താണ്? മോഹന്റെ മദറിന്റെ ഹസ്ബൻഡ്. ഓക്കെ, മോഹന്റെ മദറിന്റെ ഹസ്ബൻഡ്. ആ ഹസ്ബൻഡിന്റെ ബ്രദർ അതാണ് ആരെന്ന് പറയുന്നത്? ബോയ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത് റിലേഷൻ. കണ്ടോ? ആ രണ്ടുപേരും നമ്മുടെ റിലേഷൻ പോയിന്റ് ഡയഗ്രാം നമുക്ക് കണക്ട് ചെയ്ത് പറഞ്ഞ രീതി വരും. നിങ്ങൾക്ക് ആ ഒരൊറ്റ സെൻസിന്റെ മീനിങ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് ഓഫ് വെച്ച് വേണം മനസ്സിലാക്കാം കേട്ടോ. ഓഫ് വെച്ച് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹീ ഈസ് ദ ബ്രദർ ഓഫ്. ഓക്കെ, അപ്പം ഇത് ഞാൻ ഓഫിന് വെച്ച് മുന്നേ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഹീ ഈസ് ദ ബ്രദർ എന്ന് പറയുന്ന സമയത്ത് അവൻ ബ്രദറാണ്. അവൻ എന്ന് പറയുന്നത് ആരാണ്? ബോയ് ആണ്. അപ്പോൾ ബോയ് ബ്രദറാണ്. ആരുടെ ബ്രദറാണ്? മൈ മദേഴ്സ് ഹസ്ബൻഡ്, എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ്. അപ്പം എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അവിടെ മോഹനാണ് പറയുന്നത്. മോഹൻ്റെ അമ്മയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ, അതാണ് ബോയ്. ക്വസ്റ്റ്യൻ ഹൗ ദർ ബോയ് ഈസ് റിലേറ്റഡ് ടു മോഹൻ എന്നാണ്. അപ്പം നമുക്കറിയാം മോഹൻ്റെ സൈഡ് നോക്കുമ്പോൾ മോഹൻ്റെ അച്ഛൻ്റെ സഹോദരനാണ്. അപ്പം പെറ്റേണൽ അങ്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ അങ്കിൾ എന്ന് പറയാം. അപ്പോൾ ഓപ്ഷനകത്ത് പെറ്റേണൽ അങ്കിൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പെറ്റേണൽ അങ്കിളാണ്. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. പോയിന്റിങ് ടുവേർഡ്സ് എ ഫോട്ടോ ഓഫ് എ ലേഡി. ഓക്കെ, ഒരു ലേഡിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരാ പറയുന്നത്? പ്രിയ സെൽ. ഓക്കെ, പ്രിയ പറയുവാണ്. അപ്പോൾ പറയുന്ന ആളാരാണ് അവിടെ? പ്രിയയാണ്. ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആളാരാണ്? ലേഡിയാണ്. ഓക്കെ, എന്താ പറയുന്നത്? ഷീ ഈസ് മൈ ബ്രദേഴ്സ് ഓൺലി സൺസ് മദർ. ഓക്കെ, അപ്പോൾ അവിടെ ഓഫ് വന്നിട്ടില്ല. ഓഫ് ഇല്ലാണ്ട് ഒരൊറ്റ സെൻസിൽ പറയണം. എങ്ങനെയാണ്? ഷീ ഈസ് മൈ ബ്രദേഴ്സ് ഓൺലി സൺസ് മദർ. ഓക്കെ, നിങ്ങൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. ഷീ ഈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? ലേഡിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഷീ ഈസ് പറഞ്ഞാൽ ലേഡി ഈസ്. ഓക്കെ, ലേഡി ഈസ് മൈ ബ്രദേഴ്സ് ഓൺലി സൺസ് മദർ. ഓക്കെ, മൈ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൈ ആരും ഉദ്ദേശിച്ചത്? പ്രിയല്ലേ. അപ്പോൾ പ്രിയയുടെ ബ്രദറിൻ്റെ ഓൺലി സൺ. ഓക്കെ, ആ ഓൺലി സണ്ണിൻ്റെ മദർ, പ്രിയയുടെ ബ്രദറിൻ്റെ ഓൺലി സണ്ണിൻ്റെ മദർ, അതാണ് ആരെന്ന് പറയുന്നത്? ലേഡി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പ്രിയയുടെ ഷീസ് മൈ ബ്രദേഴ്സ് ഓൺലി സൺസ് മദർ, എൻ്റെ ബ്രദറിൻ്റെ ഒരേ ഒരു മകൻ്റെ അമ്മ. എന്നാൽ എൻ്റെ ബ്രദറിൻ്റെ ഭാര്യ ആയിരിക്കും അത്. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഹൗ ദാറ്റ് ലേഡി ഈസ് റിലേറ്റഡ് ടു പ്രിയ. ലേഡി പ്രിയയുടെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയയുടെ സഹോദരൻ്റെ ഭാര്യയാണ്. അപ്പോൾ സഹോദരൻ്റെ ഭാര്യ നമ്മൾ എന്താ പറയുക? സിസ്റ്റർ ഇൻ ലോ എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ആൻസർ എന്തോരും? സിസ്റ്റർ ഇൻ ലോ എന്നാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷൻ സിസ്റ്റർ ഇല്ല. എന്താ കിടപ്പുണ്ട്? ബ്രദേഴ്സ് വൈഫ് എന്ന് കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്താൽ മതി. സാധാരണ സിസ്റ്റർ ഇൻ ലോ ആണ് സാധാരണ കാണാറ്. ഇവിടെ അത് കിടപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രദേഴ്സ് വൈഫ് അങ്ങ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റിങ് ടുവേർഡ്സ് എ പിക്ചർ റാം സെഡ്. ഓക്കെ, ഒരു പിക്ചറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റാം പറയാണ് ദ വുമൺ ഇൻ ദ പിക്ചർ. അപ്പം ഒരു വുമൺ ആണ് ആ പിക്ചറിലുള്ളത് മനസ്സിലാക്കാം. ദ വുമൺ ഇൻ ദ പിക്ചർ ഈസ് ദ വൈഫ് ഓഫ്. കണ്ടോ, ഓഫ് എടുക്കുന്നുണ്ടോ? ഓഫ് വെച്ചെടുക്കണമെങ്കിൽ ഇപ്പോൾ വുമണിൽ പിക്ചറിൽ കാണുന്ന വുമൺ എന്ന് പറയുന്നത് വൈഫാണ്. ആരുടെ വൈഫാണെന്നുള്ളത് ഓഫിന് ശേഷം പറയുന്നുണ്ട്. ദ ഓൺലി സൺ ഓഫ്. ഓക്കെ, അപ്പോൾ അതൊരു വൈഫാണ്. ആരുടെ വൈഫാണ്? ഒരു ഓൺലി സണ്ണിൻ്റെ വൈഫാണ്. പക്ഷേ ഈ ഓൺലി സൺ ആരുടെയാണ്? ഓഫ് ദ മദർ ഓഫ്. ഓക്കെ, വീണ്ടും ഓഫ് വരുന്നുണ്ട്. ദ മദർ ഓഫ് മൈ ഫാദേഴ്സ് സിസ്റ്റർ. ഓക്കെ, മൈ ഫാദേഴ്സ് സിസ്റ്റർ. അപ്പോൾ ഓഫ് വെച്ച് നമ്മൾ ബ്രേക്ക് ചെയ്തല്ലോ. ഓഫ് വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാതെ ഇവിടെ തുടങ്ങാം, പുറകിൽ തുടങ്ങാം. എങ്ങനെയാണ്? മൈ ബ്രദേഴ്സ് മൈ ഫാദേഴ്സ് സിസ്റ്റർ, അവിടെ തുടങ്ങാം. മൈ ഫാദേഴ്സ് സിസ്റ്റേഴ്സ്. എന്താ അർത്ഥമാകുന്നത്? ദ വുമൺ ഇൻ ദ പിക്ചർ ഈസ് ദ വൈഫ് ഓഫ് ദ ഓൺലി സൺ ഓഫ് മദർ ഓഫ് മൈ ഫാദേഴ്സ് സൺ. അർത്ഥം മനസ്സിലാക്കാം. എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ മദറിൻ്റെ ഓൺലി സണ്ണിൻ്റെ വൈഫ്, അതാണ് ആരെന്ന് പറയുന്നത്? ആ പിക്ചറിലുള്ള ലേഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാമിൻ്റെ സൈഡ് നമ്മൾ തുടങ്ങും. റാമിൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ. ഓക്കെ, ആദ്യം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഓഫിന് ശേഷമുള്ള ഡേറ്റ് എടുക്കുകയാണ്. മൈ ഫാദർ സിസ്റ്റർ. ഓക്കെ, മൈ എന്ന് പറഞ്ഞ രാമാണ്. റാംസ് ഫാദർ സിസ്റ്റർ. ആ സിസ്റ്ററിൻ്റെ മദർ. ഓക്കെ, ആ സിസ്റ്ററിൻ്റെ മദർ, ആ മദറിൻ്റെ ഓൺലി സൺ. ഈ മദറിൻ്റെ ഓൺലി സൺ ആരായിരിക്കും? ഇവിടെ ഇരിക്കുന്ന ആളായിരിക്കും. കാരണം
ഇയാളൊരു മെയിൽ ജെൻഡർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓൺലി സൺ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മകൻ എന്നാണ്. അപ്പം ഇയാൾ മെയിലായ സ്ഥിതിക്ക് വേറെ മക്കളൊന്നും മകനാകത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇയാളാണ് ഓൺലി സൺ എന്ന് എടുക്കാം. ആ ഓൺലി സണ്ണിൻ്റെ വൈഫ് കണ്ടോ, അതാണ് ആരെന്ന് പറയുന്നത്, ആ വുമൺ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ വുമൺ റിലേറ്റഡ് ടു രാം എന്നാണ് ക്വസ്റ്റ്യൻ. രാമിൻ്റെ ആരാണ് വുമൺ ചോദിച്ചാൽ ആരാണ്, മദർ എന്ന് ആൻസർ കിട്ടും അല്ലേ. നമ്മുടെ ആൻസർ മദർ എന്ന് കിട്ടും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓഫ് വെച്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട്, അതാണ് നമ്മൾ മെയിൻ മീനിങ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പറയുന്ന ആളുടെ സൈഡിൽ നിന്ന് വരച്ചു തുടങ്ങുക. ചില സമയത്ത് പറയുന്ന ആളുടെ സൈഡിൽ നിന്ന് മാത്രമല്ല മറ്റൊന്നും സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പലപ്പോഴും പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ടഫ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പലരും എന്താ പറയുക, ഇങ്ങനെ വരച്ച് നോക്കാറോ പോലും ഇല്ല, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ പറഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വരച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വരച്ച് തന്നെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഡ് റിലേഷൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കി. മെയിനായിട്ട് നമുക്ക് കഴിഞ്ഞ 2023 CHSL എക്സാം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ നമ്മൾ കണ്ടത് ബ്ലഡ് റിലേഷൻ്റെ എന്താ പറയുക പോയിന്റ് ടൈപ്പ് ക്വസ്റ്റിനും അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻ ചോദിക്കുന്ന ക്വസ്റ്റിനുമായിരുന്നു. നമ്മൾ കുറച്ച് എക്സാമ്പിൾ നോക്കി. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും ഇപ്രാവശ്യത്തെ എക്സാമിന് ഉറപ്പായിട്ടും ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതും കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനും ആയിരിക്കും. ഓക്കെ, ഇവിടെ പറയുന്നത് ക്യൂബ്സ് ആൻഡ് ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്യൂബ്സ് ആൻഡ് ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം, ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സിൽ കിടപ്പുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ വരുന്നത് 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദി സെയിം ഡൈസ് ആർ ഷോൺ ബിലോ എന്ന് പറയുന്നുണ്ട്. 2 ഡിഫറെൻറ്റ് പൊസിഷൻ, ഒരു ഡൈസിൻ്റെ 2 ഡിഫറെൻറ്റ് പൊസിഷൻ. ഈ ഡൈസ് എന്ന് എടുത്ത് പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഡൈസ് എന്ന് എടുത്ത് പറയുന്നത്. നമുക്കറിയാം ഡൈസ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ഇട്ട് വരുന്ന ഒരു ക്യൂബിനെയാണ് നമ്മൾ ഡൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡൈസിനെ നമ്മൾ എന്താണ് 2 ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ഡൈസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഒരേ ഡൈസിൻ്റെ 2 ഡിഫറെൻറ്റ് പൊസിഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒരേ ഡൈസിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സെലക്ട് ദ നമ്പർ ദാറ്റ് വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ വൺ ഹാവിങ് 4. 4ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആര്. ഇതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഡൈസിൻ്റെ അല്ലെങ്കിൽ ക്യൂബിൻ്റെ 2 സൈഡിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് തന്നിട്ട് അതിലേതെങ്കിലും ഒരാളുടെ ഓപ്പോസിറ്റ് വരുന്ന ആരെന്ന് കണ്ടുപിടിക്കുക. ഇത് ആക്ച്വലി നിങ്ങൾക്ക് എളുപ്പമുള്ള സാധനമാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ എന്താ ചെയ്യുക, സാധാരണ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. നമ്മുടെ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഫിഗേഴ്സിനകത്ത് കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. കോമൺ ആയിട്ടുള്ള ആരാണ്, 3 ആണ് ഇവിടെ ഉള്ളത് അല്ലേ. 3 ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 വെച്ച് ഒരു ഓർഡറിൽ നമ്പേഴ്സ് എഴുതും. ഇപ്പോൾ ഇവിടെ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ 3 1 2 ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഓർഡർ എഴുതുക. ഇവിടെ 3 5 6 ഈ ഒരു ഓർഡറിലായിരിക്കും എഴുതുക. നമ്മൾ ഒരേ ഓർഡറിൽ എഴുതി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എഴുതുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ഇവിടെ 3 വെച്ച് എഴുതുകയാണെങ്കിൽ 3 1 2 ഓർഡറിൽ നമ്മൾ നമ്പേഴ്സ് എഴുതി. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും 3 5 6 ഇങ്ങനെ നമ്മൾ എഴുതുന്ന നമ്പേഴ്സ് എടുത്ത് അല്ലേ. ഒരേ ഡയറക്ഷനിൽ നമ്പേഴ്സ് ഒരുപോലെ ഇരിക്കുന്ന നമ്പേഴ്സിന് എടുത്ത് എഴുതും. അങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ 1ൻ്റെ ഓപ്പോസിറ്റ് 5 ആയിരിക്കും, 2ൻ്റെ ഓപ്പോസിറ്റ് 6 ആയിരിക്കും, 3ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, റിമൈനിങ് ഉള്ള നമ്പർ ആയിട്ടുള്ള 4 ആയിരിക്കും. ഇത് ഡൈസ് ആയതുകൊണ്ട് 1 മുതൽ 6 വരെ നമ്പർ ഇടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 3ൻ്റെ ഓപ്പോസിറ്റ് 4 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന 4ൻ്റെ ഓപ്പോസിറ്റ് ആരാണ്, 4ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 3 ആയിരിക്കും. കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് എന്താണ് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ പറയുന്ന ടൈപ്പാണ് ക്യൂബ്സ് ആൻഡ് ഡൈസിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അവിടെ 4 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദി സെയിം ഡൈസ് ആർ ഗിവൺ ബിലോ. നമുക്കറിയാം 2 ഡൈസിൻ്റെ വ്യൂസ് തരാം, 3 ഡൈസിൻ്റെ വ്യൂസ് തരാം, 4 ഡൈസിൻ്റെ വ്യൂസ് തരാം, 5 ഡൈസിൻ്റെ വ്യൂസ് തരാം. അങ്ങനെ ഒരേ ഡൈസിൻ്റെ പല സൈഡിൽ നിന്നുള്ള വ്യൂസ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തരാം. എത്ര വ്യൂസ് തന്നാലും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഏതെങ്കിലും 2 വ്യൂസ് എടുത്ത് നമുക്ക് എന്താണ് ഈ ചോദിക്കുന്ന ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റും. അതൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ 1ൻ്റെ ഓപ്പോസിറ്റ് അവിടെ ചോദിക്കുന്നല്ലേ, 4 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് സെയിം ഡൈസ് ആർ ഷോൺ ബിലോ. സെലക്ട് ദ നമ്പർ ദാറ്റ് വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ നമ്പർ ഹാവിങ് 1. 1 എന്ന് പറയുന്ന നമ്പർ ഇരിക്കുന്ന ഡൈസിൻ്റെ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആരെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ആദ്യത്തെ എടുത്ത് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ 3 ആണ് അവിടെ കോമൺ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഇവിടെ 3 ആണ് കോമൺ ആയിട്ടുള്ളത്. 3 ആയിട്ട് കോമൺ ആണെങ്കിൽ 3 വെച്ച് നമുക്ക് എന്താണ് ഒരു ഓർഡറിൽ എഴുതിയാൽ മതി അല്ലേ. 3 വെച്ച് ഓർഡറിൽ എഴുതുന്ന സമയത്ത് 3 5 1 ഇവിടെ വരുമ്പോഴത്തേക്കും 3 4 2 ഒരേ സൈഡിലൂടെ നമ്മൾ എഴുതണം കേട്ടോ. ഞാൻ എപ്പോഴും സാധാരണ എഴുതാറ് ഇങ്ങനെ ഈ ഓർഡറിൽ എഴുതുന്നത്, അതായത് ഒരു ക്ലോക്ക് വൈസ് ഓർഡറിലാണ് നമ്പേഴ്സ് എഴുതുന്നത്. അപ്പോൾ 2ലും ഒരേപോലെ തന്നെ നമ്മൾ എഴുതണം. അങ്ങനെ എഴുതി വരുമ്പോഴത്തേക്കും 1ൻ്റെ ഓപ്പോസിറ്റ് വരാൻ വരുന്നത്
2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ആദ്യത്തെ രണ്ടെണ്ണം തന്നെ എടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിനകത്തുള്ള ചില കേസുകൾ എടുക്കുമ്പം കിട്ടത്തില്ല, ചിലത് എടുക്കുമ്പോൾ കിട്ടും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും എടുത്താൽ നമുക്ക് പറ്റും. ഇത് രണ്ടും എടുത്താൽ പറ്റില്ല അല്ലേ, ഇത് രണ്ടും എടുത്താൽ നമുക്ക് പറ്റില്ല, ഇത് രണ്ടും എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് രണ്ടും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ആൾക്കാർ 2ഉം 4ഉം ആണ്. 3ൻ്റെ ഓപ്പോസിറ്റ് 5 മാത്രമേ അവിടെ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. 2ഉം 4ഉം അല്ല, 2ഉം 3ആണ് ഓപ്പോസിറ്റ്, 4ൻ്റെ ഓപ്പോസിറ്റ് 5 മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുള്ള കാര്യമാണ്. അപ്പം 2 വ്യൂസ് വേണം നിർബന്ധമില്ല. 3 വ്യൂസ് ആകാം, 4 വ്യൂസ് ആകാം, 5 വ്യൂസ്, അങ്ങനെ എത്ര വ്യൂസ് തരാം. പക്ഷെ നമുക്ക് ചെയ്യാൻ 2 വ്യൂസ് മതി. ക്വസ്റ്റ്യൻ തരുന്ന 2 വ്യൂസ് ആകാം, 3 വ്യൂസ്, 4 വ്യൂസ്, അങ്ങനെ എത്ര വേണമെങ്കിലും ആകാം. പക്ഷെ ചെയ്യാൻ ആൻസർ ചെയ്യാൻ നമുക്ക് 2 വ്യൂസ് ഉണ്ട്. ആ 2 വ്യൂസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആൻസർ വരുന്നത് 1ൻ്റെ ഓപ്പോസിറ്റ് ആണ്. 1ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ് വരുന്നത് കേട്ടോ. ആൻസർ 2 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാം ഞാൻ നോക്കിയപ്പോഴാണ് ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസം നമ്മൾ കാണുന്നത്. സാധാരണ ക്യൂബ്സ് ആൻഡ് ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ഫേസ് എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആര് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കിയേ, 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദി സെയിം ക്യൂബ് ആർ ഷോൺ ബിലോ. കാരണം ഇത് ക്യൂബ് എന്ന് പറയാൻ കാരണം 1 മുതൽ 6 വരെ നമ്പർ ഡൈസ് ആവുന്നത്. ബാക്കി നമ്പേഴ്സോ ലെറ്റേഴ്സോ വേറെ എന്ത് വന്നാലും എന്താണ്, അത് ക്യൂബാണ്. ഓക്കെ, വാട്ട് ക്യാൻ കം ഓൺ ദി അഡ്ജസൻറ്റ് സൈഡ്സ്. കണ്ടോ, അഡ്ജസൻറ്റ് സ്പേസസ് ഓഫ് ദി ഫേസ് കണ്ടെയ്നിങ് എഫ് ഓൺ ഇറ്റ്. എഫിൻ്റെ അഡ്ജസൻറ്റ് സൈഡിൽ വരുന്ന ആരൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ താഴെ തന്നിൽ ഏതൊക്കെയാണ് എഫിൻ്റെ അഡ്ജസ്റ്റ് സൈഡ് വരുന്നത്. ആക്ച്വലി എളുപ്പമാണ്. നമുക്ക് ആദ്യം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള എല്ലാണ്. എല്ല് വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓർഡറിൽ എഴുതുമ്പോൾ L7F വരുമ്പോഴത്തേക്കും L8 9. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എഫിൻ്റെ ഓപ്പോസിറ്റ് ആര് വരില്ല, ഓപ്പോസിറ്റ് ആണ് ആര് വരുന്നത്, 9 വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. കാരണം എഴുതുന്നതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും എഫിൻ്റെ ഓപ്പോസിറ്റ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എഫിൻ്റെ ഓപ്പോസിറ്റ് 9 വന്നു കഴിഞ്ഞാൽ പിന്നെ എഫിൻ്റെ അടുത്ത് ആര് വരില്ല, 9 വരില്ല. ഓക്കെ, നമുക്കറിയാം എഫിൻ്റെ ഓപ്പോസിറ്റ്, എഫ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എഫിൻ്റെ ഓപ്പോസിറ്റ് 9 വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള സ്ഥലങ്ങൾ ആരും കാണത്തില്ല, എഫ് കാണത്തില്ല, വേറെ നമ്പേഴ്സ് ആയിരിക്കും കാണാം, വേറെ ലെറ്റേഴ്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ വരില്ല, കാരണം 9 എഫിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ്. നമുക്ക് ചോദിക്കുന്നത് അഡ്ജസൻറ്റ് ഫേസിൽ വരുന്ന ആരൊക്കെയാണെന്ന്. അപ്പം 9 ഉൾപ്പെടുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ 8 എല്ലും ആണ്. 8 എല്ലും നമുക്ക് വേണമെങ്കിൽ എന്താണ്, എഫിൻ്റെ ഓപ്പോസിറ്റ് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ 8 and L നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഇമ്മോഡലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 8 and L എന്നാണ് ആൻസർ വരുന്നത്. ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. സെയിം രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. 3 different portions of the same cube are shown below. What can come on the adjacent faces of the face containing 4 on it? ഓക്കെ, അപ്പം 4ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നമ്പേഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 4ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നമ്പേഴ്സ്, 4ൻ്റെ ഓപ്പോസിറ്റ് അല്ല, 4ൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്പേഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. കണ്ടോ, അഡ്ജസ്റ്റൻറ്റ് ഫേസ്. അപ്പം നമുക്കറിയാം ഇവിടെ നമുക്ക് 4ൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരെയും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ക്യൂബാണ്, ഡൈസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും 3 7 ഓപ്പോസിറ്റ് എന്ന് പറയാം. 3ൻ്റെ ഓപ്പോസിറ്റാണ് 7 നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം 3 അല്ലല്ലോടാ, 3 5 3 ചെറിയ 4ൻ്റെ ഓപ്പോസിറ്റാണ് 7 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് രണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് റിമൈനിങ് ആയിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ. ഇപ്പം ഇവിടെ കോമൺ ആയിട്ടുള്ളത് 3 5 അല്ലേ, 3 5 ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് റിമൈനിങ് ഉള്ള 4 7 എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. 4ൻ്റെ ഓപ്പോസിറ്റ് 7 ആയിരിക്കും. ഇനി 2 പേരുടെ കണ്ടുപിടിക്കണ്ടേ ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5ഉം 4ഉം വരുവാണ് അല്ലേ. 5ഉം 4ഉം കോമൺ ആയിട്ട് 3ൻ്റെ ഓപ്പോസിറ്റ് 6 കിട്ടുന്നുണ്ട്. ഓക്കെ, 3ൻ്റെ ഓപ്പോസിറ്റ് 6 കിട്ടും. ഓക്കെ, അപ്പോൾ റിമൈനിങ് ഉള്ളത് നോക്കുവാണെങ്കിൽ റിമൈനിങ് ഒരു 5 ഉണ്ട്. 3 5 7 3 4 5 5 7 4 5 6. ഓക്കെ, ഇവിടെ 5 നമ്പേഴ്സേ കിട്ടിയിട്ടുള്ളൂ, 6ാമത്തെ നമ്പർ കിട്ടിയിട്ടില്ല. നമുക്ക് റിമൈനിങ് ഉള്ള ആളാരാണ്, 5 ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് ആര് വരും നമുക്ക് അറിയില്ല. റിമൈനിങ് ഉള്ള ഏത് നമ്പർ ആയിരിക്കും 5ൻ്റെ ഓപ്പോസിറ്റ്, അവിടെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമുക്ക് ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. ക്വസ്റ്റ്യൻ എന്താണ്, അഡ്ജസൻറ്റ് ഫേസിൽ വരുന്നത്, അതായത്
നമ്മുടെ 4ന്റെ അഡ്ജസ്റ്റൻറ്റ് ഫേസ് വരുന്നത് താഴെ ഏത് ഓപ്ഷൻ ആണെന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 4ന്റെ ഓപ്പോസിറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് ഏതാണ് 7 ആണെന്ന് അറിയാം. 4ന്റെ ഓപ്പോസിറ്റ് 7 ആണെങ്കിൽ 4ന്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡിൽ എന്ത് വരില്ല 7 വരില്ല. അപ്പോൾ 7 വരാത്ത ഓപ്ഷൻസ് നോക്കി എടുത്താൽ മതി. ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം കളയാൻ പറ്റും. ഉണ്ടോ? ഇതായിരിക്കും നമ്മുടെ ആൻസർ. 6ഉം 5ഉം ആയിരിക്കും എന്ത് ചെയ്യുക ഈ 4ന്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡിൽ വരിക. ബാക്കി 4ന്റെ ഓപ്പോസിറ്റ് ഒരിക്കലും 4ന്റെ ഓപ്പോസിറ്റ് 7 ആണ് 4ന്റെ അടുത്ത് എന്ത് വരില്ല 7 വരില്ല. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഈ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേട്ടോ. എളുപ്പമാണ്. നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെയിം മെത്തേഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വരുന്നത് ഓപ്പൺ ഡൈസ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ ക്യൂബ് അല്ലെങ്കിൽ ഓപ്പൺ ഡൈസ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സാധനമാണ്. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിഗേഴ്സ് ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിങ് ദ ഗിവൺ ഓപ്പൺ ക്യൂബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. ഓപ്പൺ ക്യൂബ് തന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓപ്പൺ ക്യൂബ് തന്നിരിക്കുന്നതാണ്. ഓപ്പൺ ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. ഈ ഓപ്പൺ ക്യൂബ് തന്നിട്ടുണ്ട്. ഇതിനെ ഫോൾഡ് ചെയ്ത് ഒരു ക്യൂബാക്കി മാറ്റുവാണെങ്കിൽ ഇതിലേതായിരിക്കും ആ ക്യൂബ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മളെന്താ ചെയ്യാം, നമ്മൾ ഈ ഒരു ക്യൂബിനെ ഫോൾഡ് ചെയ്യുന്നതായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരായിരിക്കും മനസ്സിലാക്കും. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഈ 3 പേര് വെച്ച് വരുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, എൻഡ് ടു എൻഡ് ഉള്ള ആൾക്കാർ ഓപ്പോസിറ്റും മിഡിലായിട്ട് ഇങ്ങനെ 2 ആൾക്കാർ എന്തായിരിക്കും ഓപ്പോസിറ്റ് എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരൊക്കെ ഓപ്പോസിറ്റ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഓപ്പോസിറ്റ് വെച്ചാൽ എമ്മിൻ്റെ ഓപ്പോസിറ്റ് ഒ ആയിരിക്കും, അതുപോലെ പിയുടെ ഓപ്പോസിറ്റ് ആർ ആയിരിക്കും, എന്നിൻ്റെ ഓപ്പോസിറ്റ് ക്യൂ ആയിരിക്കും. ഓക്കെ, ഇവരൊക്കെയാണ് ഓപ്പോസിറ്റ് വരും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ഓപ്ഷനിൽ പോയി എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എലിമിനേഷനൊക്കെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നോക്കുക എൻ ക്യൂ പി അല്ലേ, എൻ ക്യൂ പി. ഓക്കെ, ഇത് നോക്കണമെങ്കിൽ എന്നും ക്യൂവും നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ പ്രകാരം അടുത്തടുത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നും ക്യൂ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സോറി എനിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരാണ്. നമ്മളിത് ഇതിൽ നിന്ന് മടക്കുന്നതായിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും അടുത്തടുത്ത് വരില്ല. അപ്പോൾ അതല്ല. ഓക്കെ, അടുത്ത ഒ ആർ എം. ഓക്കെ, ഒ ആർ എമ്മിൽ ഇവിടെ ഒയും എമ്മും എടുക്കുമ്പോൾ എന്താണ്, അവർ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരാണ്. ഇവർ അടുത്തടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ, എമ്മും ഒയും. ഓക്കെ, അവർ ഓപ്പോസിറ്റ് വരേണ്ട ആൾക്കാരായിരുന്നു, ബാക്ക് ടു ബാക്ക് വരേണ്ട ആൾക്കാരായിരുന്നു. ഇവർ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ ഇതെന്തായാലും ഇതിനെ ഫോൾഡ് ചെയ്താൽ കിട്ടത്തില്ല. അടുത്ത എൻ ക്യു എം. ഓക്കെ, എൻ ക്യു എമ്മിൽ ഇതാ എൻ ക്യു വരില്ലല്ലോ, എൻ ക്യു വരില്ല. ബാക്കി അതുള്ള പി എൻ ഒ കുഴപ്പമില്ല, കാരണം പിയും എന്നും ഒയും ഇവർ ആരെന്തില്ല അടുത്തടുത്ത് വരേണ്ട ആൾക്കാരല്ലല്ലോ, സോറി ഓപ്പോസിറ്റ് ആൾക്കാരല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, അവർ അടുത്തടുത്ത് വരാം. അപ്പോൾ നമ്മുടെ ആൻസർ PNO ആയിരിക്കും നമ്മുടെ ആൻസർ. അതായത് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ക്യൂബിന് നിങ്ങൾ എടുത്ത് മാറ്റുവാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഫിഗർ നിങ്ങൾ ഇതൊന്നും കിട്ടത്തില്ല. കാരണം ഇവരൊക്കെ ഓപ്പോസിറ്റ് ആൾക്കാരായിരുന്നു, അവർ അടുത്തടുത്ത് വരുവാണ്, അത് പറ്റത്തില്ല. അടുത്ത ദിവസം നോക്കിയേ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഫിഗറിനൊരു മാറ്റം, നമ്മൾ നേരത്തെ കണ്ട പോലെ ഫിഗർ പോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ 3 ചേർന്ന് വരുന്ന രീതിയിലാണെങ്കിൽ ഇവിടെ 4 ഒരുമിച്ച് വരുന്ന രീതിയിലാണ്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾട്ടർനേറ്റീവ് പൊസിഷനിൽ വരുന്ന ആൾക്കാർ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. റിമൈനിങ് 2 ആൾക്കാർ പുറത്തോട്ട് മാറി തള്ളി നിൽക്കും, അവർ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും 8ന്റെ ഓപ്പോസിറ്റ് 9 വരും, സിയുടെ ഓപ്പോസിറ്റ് 2 വരും, ബിയുടെ ഓപ്പോസിറ്റ് എ വരും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് ഓപ്പോസിറ്റ് ആൾക്കാർ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ ഓപ്ഷനിൽ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫിഗേഴ്സ് ക്യാൻ ബി ഫോംഡ് ഓൺ ഫോൾഡിങ് ദ ഗിവൺ ഓപ്പൺ ക്യൂബിൻ ദ ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള ഓപ്പൺ ക്യൂബിനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ താഴ്ന്നതിൽ ഏതാണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എലിമിനേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ അറിയാമല്ലോ ആരൊക്കെയാണ്. ഒരു 2AB നിങ്ങൾ നോക്കുന്ന സമയത്ത് എയും ബി എന്താണ് ഓപ്പോസിറ്റ് ആൾക്കാരാണ്. അപ്പോൾ ഇവർ അടുത്തടുത്ത് വന്നിരിക്കുകയല്ലേ, എയും ബി അടുത്തടുത്തല്ല വന്നിരിക്കുന്നത്, ഇത് പറ്റില്ല. അടുത്ത A8 9 ഇത് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് ആൾക്കാരാണ്, ഇവരെന്ത് ചെയ്യുന്നു അടുത്തടുത്ത് വരുവാണ്. ഓക്കെ, അടുത്ത 9A2 ഇത് വരാം അല്ലേ, ഇത് വരാം, ഇത് കറക്റ്റാണ്. 9A2 കറക്റ്റാണ്, കാരണം ഇവരൊന്നും ഓപ്പോസിറ്റ് ആൾക്കാരല്ല, ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. അടുത്ത 9C വരില്ല, കാരണം 2C എന്താണ് ഓപ്പോസിറ്റ് ആൾക്കാരാണ്, ഇവരെന്ത് ചെയ്യുന്ന 2C ഇത് എങ്ങനെയാണ് അടുത്തടുത്തിരിക്കുന്നുണ്ടോ, അവർ പരസ്പരം ഓപ്പോസിറ്റ് ആണ് വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് പോകാം. ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പൺ ഡൈസ് അല്ലെങ്കിൽ ഓപ്പൺ ക്യൂബ് എന്ന്. ഇതും കഴിഞ്ഞ എക്സാമുകളിലെ ഷിഫ്റ്റുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇവിടെ പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആരും ക്ലിയർ ആയിട്ട് വായിക്കുന്നില്ല. ഇങ്ങനെ 2 ഫിഗർ കാണുമ്പോൾ തന്നെ ഇതിനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യൂബ് എന്ന് നോക്കിയിട്ട് അങ്ങ് എടുക്കും. ഇതാണ് പലപ്പോഴും സംഭവിക്കുക.
ക്വസ്റ്റിന് വന്നവരും ബൈ ഫോൾഡിങ് ദ ഗിവൺ പേപ്പർ വിച്ച് ഓഫ് ദി ഫോളോവിങ് ബോക്സ് കനോട്ട് ബി മെയ്ഡ് എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കാൻ സാധിക്കാത്തതെന്നുള്ളത് തന്നെ പറയണം. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക ആദ്യം. ഓക്കെ, ഇനി നേരെ ക്വസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്ന രണ്ടാൾക്കാരും ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് ഇതും ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് ഓപ്പോസിറ്റ് എഴുതാം ജസ്റ്റ് ഒന്ന്. അതായത് എയും എല്ലും ഓപ്പോസിറ്റ് ആയിരിക്കും, ബിയും വൈയും ഓപ്പോസിറ്റ് ആയിരിക്കും, എന്നും എക്സും ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവരാണ് എന്ത് ചെയ്യുന്നത്, അത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇവർ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വെച്ചാൽ. അപ്പം അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കനോട്ട് ബി മെയ്ഡ്, ഉണ്ടാക്കാൻ സാധിക്കാത്ത. അപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത എങ്ങനെയായിരിക്കും വരിക, അവിടെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ അടുത്തടുത്ത് വന്നിരിക്കും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ സാധിക്കാത്ത ആൾക്കാരെ കിട്ടുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും എന്നും എയും ബിയും കണ്ടോ, എന്നും എയും ബിയും കണ്ടോ, ഇവരൊന്നും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരല്ല. അപ്പോൾ ഇവരെന്താണ്, കറക്റ്റായിട്ടുള്ള ഫിഗറാണ്. അടുത്ത എക്സ് എ വൈ, എക്സ് എ വൈ കണ്ടോ, ഇവരാരും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരല്ല. ഇതും നമുക്ക് എന്താണ്, കറക്റ്റായിട്ടുള്ള ഒരു ക്യൂബാണ്. അടുത്ത എക്സ് എൽ എ, എക്സ് എൽ എ, ഓക്കെ എൽ എ കിട്ടുന്നുണ്ട്. അപ്പോൾ എൽ എ വരുന്ന സ്ഥിതിക്ക് ഇവിടെ അടുത്തടുത്തല്ലേ വരുന്നത്, എല്ലാം ഓപ്പോസിറ്റ് ആണ് വരാനായിട്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ, ഉണ്ടാക്കാൻ സാധിക്കാത്തത്. ഓക്കെ, ലാസ്റ്റ് വൺ വൈ എക്സ് എൽ, വൈ എക്സ് എൽ, അതും കുഴപ്പമില്ല. വൈ എക്സ് എൽ എന്താണ്, ഓപ്പോസിറ്റ് ആൾക്കാർ അടുത്തത്. അപ്പം ഈ 3 ഫിഗേഴ്സ് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ അവിടെ കാണാൻ സാധിക്കത്തില്ല. അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കൃത്യമായി ശ്രദ്ധിക്കുക. പലപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാണ്ട് ചാടിക്കേറി ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ തന്നെ ആൻസർ എടുത്ത് ചിലപ്പോൾ പോകും. കാരണം ആദ്യത്തെ ആൻസർ നോക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ വരുന്നതാണ്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചാൽ എടുത്തിട്ട് പോകും. അതൊന്നും ശ്രദ്ധിക്കുക പലരും. അടുത്ത ക്യൂബ്സ് ആൻഡ് ഡൈസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു ഓപ്പൺ ക്യൂബ് എന്നിട്ട് ഓപ്പോസിറ്റ് ചോദിക്കാം. കാരണം നേരത്തെ നമുക്ക് ക്യൂബിന്റെ ഷേപ്പുകൾ തന്നെ പല പല ഷേപ്പുകൾ എന്നിട്ട് ഓപ്പോസിറ്റ് ആരെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഓപ്പൺ ഫിഗർ എന്നിട്ട് നമുക്ക് എന്താണ് ക്യൂബിന്റെ എന്താണ് ഓപ്പോസിറ്റ് ആയിരുന്നു കാണിക്കാൻ സാധിക്കും. അതും വളരെ എളുപ്പമാണ്. എ ക്യൂബ് ഇസ് മെയ്ഡ് ഫോൾഡിംഗ് ദ ഗിവൺ ഷീറ്റ് ഇൻ ദ ക്യൂബ് സോ ഫോംഡ് വിച്ച് ലെറ്റർ വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ഷോയിങ് ബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു കൺസെപ്റ്റ് 4 പേര് ഒരുമിച്ച് വരുന്ന കൺസെപ്റ്റാണ്. 4 പേര് ഒരുമിച്ചിട്ട് 2 പേര് മാറി നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അവിടെ 4 പേര് ഒരുമിച്ച് വരുമ്പോൾ ഇവർ 2 പേരും ഓപ്പോസിറ്റ് ആയിരിക്കും, ഇവർ 2 പേരും ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇവിടുത്തെ ഓപ്പോസിറ്റ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയും ആറും ഓപ്പോസിറ്റ് ആയിരിക്കും, എച്ചും സിയും ഓപ്പോസിറ്റ് ആയിരിക്കും, ബിയും എഫും ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ബിയുടെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലേ, നമ്മുടെ ആൻസർ എന്ത് വരും, എഫ് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ക്യൂബ്സ് ആൻഡ് ഐസ് എന്ന് പറയുന്നതും മിറർ ആൻഡ് വാട്ടർ എന്ന ബ്ലഡ് റിലേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് എടുത്തത്. ബ്ലഡ് റിലേഷനും ക്യൂബ്സ് ആൻഡ് ഐസും. ബ്ലഡ് റിലേഷൻ ഞാൻ പറഞ്ഞു അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനെ കഴിഞ്ഞ വർഷം CHS ടയർ 1 ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കണം. പിന്നെ പോയിന്റ് ടൈപ്പ് നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരിക്കും, അത് കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം പാറ്റേൺ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ പറയുന്ന സെൻറ്റൻസുകളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്ന് വെച്ചാൽ ഇതേ സെൻറ്റൻസുകളും വാക്കുകളും ചില പേരുകളൊക്കെ മാറിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് അതേപോലെ സാധനം ചെറിയ വ്യത്യാസം വരെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറയാം. പിന്നെ ക്യൂബ്സ് ആൻഡ് ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞായിരുന്നു, അതും അത്യാവശ്യം നല്ലപോലെ എന്താണ് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ്. അതൊക്കെ എല്ലാവരും സ്കോർ ചെയ്യുന്ന ടോപ്പിക്കാണ്, നിങ്ങളും ചെയ്യണം. നിങ്ങളത് പറ്റത്തില്ല പാടാണെന്ന് കളയരുത്, അതൊക്കെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നമുക്ക് റീസണിങ് അത്യാവശ്യം നമ്മൾ സ്കോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഈ നമ്മൾ എക്സാം നടക്കുന്ന സമയത്ത് ഇപ്പോൾ CHS എക്സാം ആണെങ്കിലും 100 മാർക്കിൽ 20-25 ക്വസ്റ്റ്യൻ നമുക്ക് ഉള്ളത് റീസണിങ്ങിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ 25 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനുവേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ലൈവ് ക്ലാസ്സസും കോഴ്സസും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിൽ കിട്ടുന്ന അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ റേഞ്ചിലൊക്കെ ഓൺലൈൻ ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിൽ കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ കണ്ടന്റ് കൂടെ തരുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാ ദിവസവും 9 മണിക്ക് നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് ക്ലാസ് വരുന്നതായിരിക്കും. അതിൻ്റെ വർക്കൗട്ടും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റീസണിങ്ങിന് 2ാമത്തെ ക്ലാസ് ആയിരുന്നു ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽസ് പറഞ്ഞതാണ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നെല്ലാം. അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പറയാനുള്ളത്. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ദിവസമേ ഉള്ളൂ. ടോപ്പിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക.
പിന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പറ്റുവാണെങ്കിൽ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഒരുപാട് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾ അത് മാക്സിമം സെർച്ച് ചെയ്ത് അതിനകത്ത് നിന്ന് നിങ്ങൾ പ്ലേലിസ്റ്റ് കണ്ടുപിടിച്ച് ഒന്ന് കണ്ടുപോക്കുക. ബേസിക്കായിട്ട് ഐഡിയ ഉണ്ടാക്കി എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. കാരണം നമുക്കറിയാം ഓൾറെഡി കുറേ കാലങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് താല്പര്യത്തോടെ അല്ലെങ്കിൽ ആ ഒരു ആവേശത്തോടെ നിങ്ങൾ ചെയ്യണം. അവരെക്കാൾ മാർക്ക് കൂടുതൽ വാങ്ങണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. തുടങ്ങിയതേ ഉള്ളൂ, കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.